വരുമ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം അതിൻ്റെ പുറകെ കൂടി കുറേ അതിൻ്റെ കൂടെ ഓടും. അത് കഴിഞ്ഞ് ഉടനെ തന്നെ മറ്റൊരു വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ പഴയ കാര്യം മറന്ന് പുതിയ കാര്യത്തിൻ്റെ പുറകെ സഞ്ചരിക്കുന്ന ഒരു പ്രവണത നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളിൽ കേരളത്തിൽ നടന്ന ഓരോരോ സംഭവങ്ങളെയും വിലയിരുത്തിയാൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം മാറി മാറി ഒരിടത്തും സ്ഥിരതയില്ലാതെ, ഒരു ഉറച്ച നിലപാടുകളില്ലാതെ പുതുതായി പൊട്ടിപ്പുറപ്പെടുന്ന വിവാദങ്ങളുടെ പുറകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിന് ഏറ്റവും ഒടുവിൽ നമുക്ക് അൻവർ MLA, ഇടതുപക്ഷ സ്വതന്ത്ര MLA നടത്തിയിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളുടെ പുറകിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യത്തെ 5 വർഷത്തെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തിലും തുടർന്ന് വന്ന ഭരണത്തിലുമെല്ലാം കഴിഞ്ഞ മാസം വരെ പിണറായി സർക്കാരിനെ എല്ലാ അർത്ഥത്തിലും നെഞ്ചുവിരിച്ച് പ്രതിരോധിച്ചിരുന്ന, കവചമൊരുക്കിയിരുന്ന ഒരു കാവൽ ഭടനായിട്ടാണ് അൻവറിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നത്. അൻവറിൻ്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അൻവറിനെ സംരക്ഷിച്ചതും അൻവറിൻ്റെ ധീരധീര പരാക്രമത്തെക്കുറിച്ച് പ്രശംസിച്ചതുമെല്ലാം മുഖ്യമന്ത്രി പിണറായി ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ്. ഇന്നൊരു സുപ്രഭാതത്തിൽ നേരം ഇരുട്ടി വെളുത്ത് കഴിയുന്നതിന് മുമ്പ് പിണറായി സർക്കാരിൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കണ്ണിലെ കരടായി അൻവർ മാറിയത് എന്ത് കൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വെളിപ്പെടുത്തലുകൾ അദ്ദേഹം നടത്തി. ഹവാല ഇടപാടുകളെക്കുറിച്ചും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചുമുള്ള കഴിഞ്ഞ കാലത്ത് പല സന്ദർഭങ്ങളിലും പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചിരുന്ന പല കാര്യങ്ങളും ശ്രീ അൻവർ MLA കൂടുതൽ ശക്തിയോടുകൂടി ആവർത്തിച്ചപ്പോൾ ഭരണത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടിരുന്ന ആൾ തന്നെ, ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ ശക്തി എത്രയോ ഇരട്ടി വർദ്ധിക്കുകയാണ് എന്നുള്ള സത്യത്തിൻ്റെ മുമ്പിൽ സത്യത്തിൽ കേരളത്തിലെ ജനങ്ങൾ പകച്ചു നിൽക്കുകയാണ്. ADGP അജിത് കുമാറുമായുള്ള അജിത് കുമാറിൻ്റെ വീരകഥകളെ കുറിച്ചിട്ടുള്ള ഒരുപാട് കഥകൾ അൻവർ MLA പുറത്തു കൊണ്ടുവന്നു. അതിലിപ്പോൾ നിയമസഭയിലെ പ്രതിപക്ഷം കയറി പിടിച്ചിരിക്കുന്നത് ADGP RSSൻ്റെ നേതാക്കന്മാരെ കണ്ടു എന്നാണ്. ഞാൻ അതിനെക്കുറിച്ചല്ല പറയുന്നത്. RSS നേതാവിനെ കാണുവാനുള്ള അവകാശം നമ്മുടെ നാട്ടിലെ ഓരോ പൗരനുമുണ്ട്. അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായി എന്നുള്ളത് കൊണ്ട് കാണാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കാത്ത ഒരു വാദഗതിയാണ്. അതിനെക്കുറിച്ചല്ല നമുക്കിപ്പോൾ. ചില ആളുകൾ അതിൽ കയറി പിടിച്ച് അൻവർ പറഞ്ഞ മറ്റു കാര്യങ്ങളെ നിസ്സാരവൽക്കരിക്കുവാനുള്ള ഒരു ശ്രമം, അതിലൊരു ഗൂഢാലോചനയുണ്ട്. ADGP അജിത് കുമാർ, ഞാൻ അദ്ദേഹത്തെ പലയിടത്തും പല സന്ദർഭങ്ങളിലും നേരിട്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് അന്നേ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. അദ്ദേഹം RSSൻ്റെ ഉന്നതാധികാരിയെ പലവട്ടം കണ്ടു എന്നുള്ളത് വലിയ ഒരു കുറ്റകൃത്യമായി പ്രചരിപ്പിക്കുന്ന ഒരു നിലപാട് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതൊരു ശരിയായ നിലപാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ അപകടമുണ്ട്. പക്ഷേ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ഒരു സംഘടന, അടുത്ത വർഷം 100 വർഷം തികക്കാൻ വേണ്ടി പോകുന്ന, ശതാബ്ദി ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന നമ്മുടെ ഭാരതത്തിൻ്റെ ഹൃദയസ്പന്ദനത്തെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന, ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ള, ലോകത്തിലെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാൻ ഉള്ള ഏറ്റവും വലിയ ഒരു പാഠശാലയായി മാറിയിട്ടുള്ള ഒരു സംഘടനയുടെ സമുന്നതനായ നേതാവിനെ ADGP കണ്ടു എന്നുള്ള ഒറ്റ വരിയിൽ എല്ലാ പ്രശ്നങ്ങളെയും ഒതുക്കി തീർത്ത് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളെ അവഗണിക്കുവാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇദ്ദേഹത്തെ കണ്ടതൊന്നും ഒരു വലിയ പ്രശ്നമില്ല. കാണാനുള്ള അവകാശമുണ്ട്. കണ്ടിട്ട് കാര്യങ്ങൾ സംസാരിക്കുവാനും ആശയവിനിമയം നടത്താനും
രാജ്യത്തിൻ്റെ സ്ഥിതിഗതികളെക്കുറിച്ച് പറയാനും അത് വിവരിക്കാനും അത് പരസ്പരം മനസ്സിലാക്കുവാനും ആശയ വിനിമയത്തിനുമുള്ള അവകാശമുള്ള ഒരു പൗരൻ എന്നുള്ള നിലയിൽ ADGPയെ ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതല്ല പ്രശ്നം. ADGPയെ കുറിച്ച് അൻവർ പറഞ്ഞ മറ്റു പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വിജിലൻസ് ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് കണ്ണായ ആയ സ്ഥലത്ത് കോടാനുകോടി രൂപ ചെലവഴിച്ച് വലിയ കൊട്ടാരം നിർമ്മിക്കുന്ന പ്രവർത്തനം ADGPയുടെ സ്വന്തം പേരിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ള വലിയ അഴിമതി ആരോപണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ADGP പൂരം കലക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്തു എന്നുള്ളത് അത്യന്തം ഗുരുതരമായ ആരോപണമാണ്. നിങ്ങൾ ഒന്ന് എത്ര ഗ്രാഹക ബുദ്ധിയോടുകൂടിയാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് പൂരങ്ങളുടെ മാതാവാണ് തൃശ്ശൂർ പൂരം. ദശലക്ഷക്കണക്കിന് ആളുകളാണ് ആ പൂരത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ പൂരപ്രേമികൾ മാത്രമല്ല, രാജ്യത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും, ഭക്തന്മാരും കലാകാരന്മാരും സഹൃദയന്മാരുമെല്ലാം പൂരം ഒരു വലിയ സാംസ്കാരിക സമൃദ്ധമായ സദ്യയാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ആ പൂരം കലക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് അത് കലങ്ങിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം അത് കലങ്ങിയിരുന്നുവെങ്കിൽ അവിടെ 10,000-കണക്കിന് ആളുകൾ അവിടെ ഒരുപക്ഷെ മരിച്ചു വീഴുമായിരുന്നു. തൃശ്ശൂർ പൂരത്തിൽ ഒരു തവണയെങ്കിലും പങ്കെടുത്ത ആളുകൾക്കറിയാം, അവിടെ പങ്കെടുക്കുന്ന ദശലക്ഷക്കണക്കിന് ജനങ്ങൾ, പുരുഷാരം കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവനും അത് വളരെ അച്ചടക്കത്തോടുകൂടി വളരെ നല്ല നിലയിൽ അത് നടന്നിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ പൂരം അത് കലക്കാനുള്ള ശ്രമമുണ്ടായി, പൂരം കലക്കാൻ ശ്രമമുണ്ടായി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പൂരം കലക്കുക എന്ന് പറയുന്നത് ചെറിയൊരു സംഭവമല്ല. അതിൻ്റെ പുറകിലൊരു വലിയ ഗൂഢതന്ത്രമുണ്ട്. ഒരുപക്ഷെ സാംസ്കാരിക അധിനിവേശത്തിൻ്റെ ഭാഗമായി സാമ്രാജ്യത്വ ശക്തികളുടെ അല്ലെങ്കിൽ മതാധിഷ്ഠിത സംഘടനകളുടെ ചില താല്പര്യങ്ങളൊക്കെ പൂരം കലക്കുന്നതിന് പിറകിലുണ്ടാകാം. അതിനെക്കുറിച്ചൊക്കെ തന്നെ യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടുന്ന സംഘത്തെ നിയോഗിച്ചത് കൊണ്ട് കാര്യമില്ല. അതിന് ജുഡീഷ്യൽ എൻക്വയറി തന്നെയാണ് ആവശ്യം. നല്ല സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിലുള്ള ജുഡീഷ്യൽ സംഘത്തെ കൊണ്ട് ഈ പൂരം കലക്കൽ എന്ന ആ കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണം നടത്തണം. അതിൽ ഉൾപ്പെട്ടവരാരായാലും, അത് ഏത് പാർട്ടിയിൽപ്പെട്ടവരായാലും, ഏത് പക്ഷത്ത് നിൽക്കുന്നവരായാലും, അതിൻ്റെ യഥാർത്ഥ ആളുകളെ കണ്ടെത്താൻ ജുഡീഷ്യൽ അന്വേഷണത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് ആ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തയ്യാറാവണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സുഹൃത്തുക്കളെ, മറ്റു ചില പല കാര്യങ്ങൾ, 150 കിലോ സ്വർണം കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കരിപ്പൂർ വിമാനത്താവളത്തിലൂടെ കേരളത്തിലെത്തി എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറയുന്നത്. 123 കോടി രൂപയുടെ ഹവാലപ്പണം, അത് മലപ്പുറത്തുനിന്ന് പിടിച്ചു എന്നല്ല, പല ഭാഗങ്ങളിലാണത് പിടിച്ചത്. 123 കോടി രൂപയുടെ ഹവാലപ്പണം കേരളത്തിലെത്തി എന്നും മുഖ്യമന്ത്രി പറയുന്നു. ഈ സ്വർണ്ണം കടത്തിനെ കുറിച്ചും ഹവാല പണത്തിൻ്റെ ഈ വേലിയേറ്റത്തെക്കുറിച്ചും ഹവാല പണം കൊണ്ട് കേരളത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെക്കുറിച്ചും അത് ദേശീയ വിരുദ്ധ പ്രവർത്തനത്തിന് ഈ ഹവാല പണം എത്തുന്നു എന്ന വസ്തുതയെക്കുറിച്ചുമുള്ള ഒരുപാട് പരാതികളും ആപരാധികളും ആവശ്യങ്ങളും കഴിഞ്ഞ കാലത്ത് നമ്മുടെ കേരളത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ മുഖ്യമന്ത്രി മൗനം വീക്ഷിച്ചു. പക്ഷേ അൻവർ ഈ വിഷയം പറഞ്ഞപ്പോൾ ഇപ്പം മുഖ്യമന്ത്രി പറയുന്നു 150 കിലോ സ്വർണം 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വന്നു. പുറത്തുനിന്ന് 123 കോടിയുടെ ഹവാലപ്പണം വന്നു. അത് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറത്തായതുകൊണ്ട് ഇത് മലപ്പുറം ജില്ലയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ഒരു നല്ല രീതിയല്ല. മലപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ഞരമ്പ് രോഗികൾക്ക് ഹാലടക്കാറുണ്ട്. അത് ശരിയല്ല, അതൊരു ശരിയായ നിലപാടല്ല. അത് കടപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ഞരമ്പ് രോഗമുണ്ടാകും. മാളികപ്പുറം എന്ന് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഞരമ്പ് രോഗമുണ്ടാകും. ഈ മലപ്പുറം എന്ന് കേൾക്കുമ്പോഴും കാലടക്കുന്ന ചില ഞരമ്പ് രോഗികളുടെ കൂടാരത്തിൽ പട്ടികയിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി എങ്ങനെയാണ് എത്തിയത്, എന്തടിസ്ഥാനത്തിലാണ് എത്തിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഗൗരവവും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം നിങ്ങളോട്. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിട്ട് ഇത് ജീവിച്ചിരിപ്പുള്ള ഒരു വ്യക്തി ഞാൻ മാത്രമല്ല,
തൃക്കരിപ്പൂരിലെ KV ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആളുടെ താമരക്കറിയാം, പഴയ ജനസംഘക്കാരായ ആളുകൾക്കറിയാം. മലപ്പുറം ജില്ലാ വിരുദ്ധ സമരത്തിൽ പങ്കെടുത്ത് തലപ്പറമ്പ് താലൂക്ക് ഓഫീസിന് മുമ്പിൽ പിക്കറ്റിംഗ് നടത്തി അറസ്റ്റ് വരിച്ച് കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ആളുകളാണ്. അത് പല ആളുകളും മരിച്ചുപോയി. രാമന്തളിയിലെ കോരാട്ടനുണ്ടായിരുന്നു, അദ്ദേഹം വെടിയേറ്റ് മരിച്ചു. അതുപോലെ തൃക്കരിപ്പൂരിൽ കമ്മാര പൊതുവാളുണ്ടായിരുന്നു, അദ്ദേഹം മരിച്ചു. അങ്ങനൊരു നായനാർ, വലിയൊരു നായനാർ കുടുംബത്തിൽ നിന്ന് വന്ന അദ്ദേഹം മരിച്ചു. വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് ആ സമരത്തിൽ പങ്കെടുത്ത് ജീവിച്ചിരിക്കുന്നവരിൽ എനിക്കിപ്പോൾ അറിയാവുന്ന ആള്, എന്നെക്കുറിച്ച് എനിക്കറിയാം, ഒന്ന് ഞാൻ, മറ്റൊന്ന് KV ലക്ഷ്മണൻ. അന്ന് ആ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു, പരാതികളുണ്ടായിരുന്നു. EMS ആണ് മലപ്പുറം ജില്ല കൊടുത്തത്. പിണറായി ഇപ്പോൾ ആ മലപ്പുറം ജില്ലയെ തള്ളിപ്പറയുകയാണോ? EMS കൊടുത്ത മലപ്പുറത്തെ മനുഷ്യരെ കുറിച്ച് നിങ്ങൾക്കാർക്കും അറിയുന്നതിനേക്കാൾ ആ ജില്ലയിൽ ഒരുപാട് കാലം പൊതുപ്രവർത്തനം നടത്തി അവർക്കിടയിൽ ജീവിച്ച ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. അങ്ങനെ ഒരു ജില്ലയെ പൊതുവായി അധിക്ഷേപിക്കുന്നത് യുക്തിഹീനമായിട്ടുള്ള, യുക്തിക്ക് നിലക്കാത്ത പരിപാടിയാണ്. അതുകൊണ്ട് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ്. എന്താ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലപ്പുറം ജില്ലയിലല്ലേ? എന്താ അതിനെക്കുറിച്ച് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്? മലപ്പുറത്തെ വിമാനത്താവളത്തിൽ കൂടി വന്ന സ്വർണം, അതിൽ കൊടുവള്ളി സ്വർണ്ണ കടത്തുകാരുമായി ബന്ധമുണ്ട്. ചെർപ്പുളശ്ശേരിയിലെ സ്വർണ്ണക്കള്ളക്കടത്തുകാരുമായി ബന്ധമുണ്ട്. കള്ളക്കടത്ത് സംഘങ്ങളുണ്ട്. ഈ രണ്ട് കള്ളക്കടത്ത് സംഘങ്ങളും സ്വർണം കൊണ്ടുവരുമ്പോൾ അത് തട്ടിയെടുത്ത് പൊട്ടിക്കുന്ന ആയങ്കേരി, ഇവിടുത്തെ അബ്ദുനായങ്കേരിയെ പോലെ കള്ളക്കടത്ത് സംഘങ്ങൾ കൊണ്ടുവന്ന് കടത്തുന്ന സ്വർണ്ണ കട്ടികൾ അത് തട്ടിയെടുത്ത് പൊട്ടിക്കുന്ന അബ്ദുനായങ്കേരിയെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെറുപ്പക്കാരായ ആളുകളെ കുറിച്ച് എന്താ പറയാത്തത്? അപ്പോൾ ഇത് ഏതെങ്കിലും ഒരിടത്ത് നിൽക്കുന്ന പ്രതിഭാസമല്ല. അൻവറിനോടുള്ള വിരോധം തീർക്കാൻ മലപ്പുറത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മുഖ്യമന്ത്രിയുടെ സമീപനം യുക്തിഭദ്രമല്ല, യുക്തിഹീനമാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാട്ടിലെ പുലിയെ പിടിക്കാൻ കാട്ടിന് തീ കൊടുക്കുന്ന പണിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അവിടുത്തെ ജനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം മുഴുവൻ ജനങ്ങളെയും അപമാനിക്കുന്നതിന് തുല്യമായ നിലപാടാണ് ശ്രീ പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. ഇതൊന്നും ഒരു ഉത്തരവാദിത്വമുള്ള ഭരണാധികാരിക്കോ, ഒരു ഉത്തരവാദിത്വമുള്ള പാർട്ടിക്കോ, ഉത്തരവാദിത്വമുള്ള നേതാവിനോ യോജിച്ചിട്ടുള്ള പണിയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താ നമുക്കെല്ലാവർക്കും അറിയാം. പണ്ടത്തെ സിനിമയിൽ പറഞ്ഞതുപോലെ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം, മുന്തിരിച്ചാറ് പോലുള്ള ജീവിതം. എന്ത് വന്നാലും തിരക്കേടില്ല, എനിക്ക് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ചാവണം. അതിനപ്പുറത്തും ഇപ്പുറത്തും ഒരു പരിപാടിയുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രശ്നം കത്തിപ്പടർന്നപ്പോൾ ഇന്ന് ബഹുമാനപ്പെട്ട CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ MV ഗോവിന്ദൻ, അദ്ദേഹം അതിന് ചില വ്യാഖ്യാനങ്ങളായി നിലപാടുകളുമായി രംഗത്ത് വന്നിട്ടുണ്ട്.